അയ്യോ ഒന്ന് പതുക്കെ ചിരിക്കും ഡാഡി, അടുത്തൊക്കെ ആളിരിക്കുന്നു. എങ്ങനെ ചിരിക്കാതിരിക്കും? കാലം എത്ര കഴിഞ്ഞാലും ഈ പെണ്ണിന്റെ മനസ്സിൽ നിന്ന് അസൂയ എന്ന് പറഞ്ഞ സാധനം വിട്ടുപോകുകയില്ലെന്ന് തെളിയിച്ചിരിക്കാ നീ. ഞാൻ ആ കാഴ്ച മിസ് ചെയ്തത് കഷ്ടമായി പോയി. അല്ലെങ്കിൽ ഞാൻ ചമ്മുന്നതും തോൽക്കുന്നതും കാണാൻ ഡാഡിക്ക് രസമാണല്ലോ. ആ കാര്യത്തിൽ ഞാനും പപ്പനും ഒക്കെ ഒരു കക്ഷിയാ, അല്ലേ പപ്പ? അയ്യോ ചന്ദ്രൻ, ആ കേസിൽ എന്നെ കക്ഷി ചേർക്കണ്ട. അതെന്താ? ഈ കളിയാക്കുന്നതിനെയും ചമ്മിക്കുന്നതിനെയൊക്കെ റിയാക്ഷൻ ഭാവിയിൽ ഞാൻ അനുഭവിക്കേണ്ടി വരും. അല്ല, നീ എന്ത് കളിയായി കളിക്കുന്നേ? കല്യാണത്തിന് ഒറ്റ ആഴ്ച ഇനി ബാക്കിയുള്ളൂ. ആ, നിന്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? എന്തൊരുക്കങ്ങള്? നല്ല കാര്യമായിപ്പോയി. ഈ കല്യാണം എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? ദേ, ചോദിക്കാനും പറയാനും ആളില്ലെന്ന് കരുതി അലങ്കുലമായി കളിയെന്ന് പറഞ്ഞേക്കാം. നല്ല ആളോട് ഡാഡി പറയുന്നത്. കല്യാണ ദിവസവും പപ്പൻ എവിടെയെങ്കിലും പ്രോഗ്രാം ആയിട്ട് കാണും. ഏയ്, ഇനി ഒരാഴ്ചത്തേക്ക് ഒരു പ്രോഗ്രാമും ഇല്ല. ലക്ഷം രൂപ തരാന്ന് പറഞ്ഞാലും ഞാനില്ല. ഏയ് ഉമേഷ്, അല്ല ഉമേഷ് ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിരുന്നു. സംസാരത്തിനിടയിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി. അങ്കിൾ, ഇത് ഉമേഷ്. ഹലോ. ഹലോ. നല്ലൊരു ഗായകനാണ്. സ്വന്തമായി ഓർക്കസ്ട്ര ട്രൂപ്പൊക്കെ ഉണ്ട്. പ്രൊഫഷണൽ രംഗത്ത് ഞങ്ങൾ രണ്ടും രണ്ട് ഗ്രൂപ്പാണ്. ആ, ഇതെന്റെ ചന്തു അങ്കിൾ. വെറും അങ്കിൾ അല്ല, ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ I'll be his father-in-law. Congratulations. താങ്ക്സ്. See you. See you. Good night, Papan. ഗുഡ് നൈറ്റ്. എന്തൊരു പോസാണ് അയാൾക്ക്. ആയിക്കോട്ടെ, നിനക്കെന്താ? ഡാഡിക്ക് അറിയാഞ്ഞിട്ടാ. പപ്പൻ സ്വന്തം ഓർക്കസ്ട്ര സംഘടിപ്പിക്കുന്നതിന് മുമ്പ് അയാളായിരുന്നു സ്റ്റേജിലെ നമ്പർ 1 പാർട്ടി. പപ്പൻ വന്നതോടുകൂടി പുള്ളിക്കാരൻ ഔട്ടായി. പണ്ട് ഇയാളെ വിളിച്ചിരുന്നവരെല്ലാം ഇപ്പൊ പപ്പനെയാണ് വിളിക്കുന്നത്. അങ്കിൾ നേരത്തെ പറഞ്ഞില്ലേ പെണ്ണുങ്ങളുടെ സ്വഭാവത്തെ പറ്റി? അതിന്റെ ബാക്കിയായത്. പപ്പൻ അങ്ങനെ പറയൂ. പപ്പനെ ഔട്ടാക്കാൻ ഇയാൾ എന്തൊക്കെ പണി ഒപ്പിക്കുന്നെന്നോ. പക്ഷെ ഒരു രക്ഷയില്ല. പാവം, ഇപ്പൊ ഹോട്ടൽ റെസ്റ്റോറന്റിലെ സ്ഥിരം പ്രോഗ്രാം. അങ്ങനെയൊന്നും പറയരുത് സെറീന. ഇന്നലെ അയാളായിരുന്നു ടോപ്പ്, ഇന്ന് ഞാൻ. നാളെ എന്നേക്കാൾ കഴിവുള്ള ഒരുത്തം വരുമ്പോ അയാളായിരിക്കും ഷൈൻ ചെയ്യുക, അല്ലേ? എനിക്ക് യാതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സംഗീതവും എന്റെ വക്കീൽ പണിയുമായിട്ട് വല്ല ബന്ധമുണ്ടോ? ഹിയർ കംസ് അവർ ഫുഡ്. ലെറ്റ് us eat. ചന്തു, ഗുഡ് നൈറ്റ്. ബൈ. ഗുഡ് നൈറ്റ് പപ്പി. ഗുഡ് മോർണിംഗ്. ഇത്ര നേരത്തെ സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? നേരത്തെയോ? മണി 9 കഴിഞ്ഞു. 9 കഴിഞ്ഞോ? ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയി. ഓക്കെ, വൈകുന്നേരം കാണാം. വൈകുന്നേരം കാണാം. ബൈ. സൂക്ഷിച്ചു പോണേ. പപ്പൻ 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 പുകഴ്ത്തുന്നില്ല, അതിലില്ലേ? പപ്പൻ തുമ്മിയാലും ചിരിച്ചാലും ന്യൂസാണ് ഇവർക്ക്. പണ്ട് ഇതേ പത്രം ഇതേ കോളത്തിൽ ഉമേഷിനെ കുറിച്ച് എഴുതിയിരുന്നല്ലേ? ആരെ കുറിച്ച് എന്ത് വേണമെങ്കിലും എഴുതിക്കോട്ടെ, അതെന്നെ തരണ്ടാഴ്ചിട്ട് വേണോ? ഇത്രയും സ്മാർട്ടായിട്ട് സിംഗറെ അടുത്ത കാലത്ത് കണ്ടിട്ടില്ല. അത്രേ സ്റ്റേജിൽ കുറെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നതാണ് മെടുക്ക്. ഉമേഷ്, നീ നല്ല മൂഡിലല്ല എഴുന്നേറ്റത്. പോയി കുളിച്ചൊന്ന് ഫ്രഷ് ആവും. കമോൺ ഉമേഷ്. പപ്പം വന്നപ്പോ നമ്മുടെ ടീം അല്പം ക്ഷീണിച്ചിട്ടുണ്ടെന്നല്ലേ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുന്നില്ലല്ലോ. കുറെ കാലം സ്റ്റേജ് ഭരിച്ച ഒരാൾക്ക് ഹോട്ടലിൽ സ്ഥിരം പാട്ടുകാരനാകുന്നതിനേക്കാൾ നല്ലത് വെറുതെ ഇരിക്കുന്നതാണ്. പപ്പന്റെ പെട്ടെന്നുള്ള വരവാണ് നമ്മളെ ശരിക്കും ബാധിച്ചത്. പറഞ്ഞത് ഓർമ്മയാണോ? 8 മണിക്കാണ് മുഹൂർത്തം. വീഡിയോക്കാർക്ക് വേണ്ടി മുഹൂർത്തം മാറ്റി വെക്കാനാവില്ല. ഓക്കെ, ഞങ്ങൾ വരാം സർ. ഹായ് പപ്പൻ. ഹായ്.
ഹലോ. സെറീന, ഇത് ഞാനാ. ആ, എന്താ ഈ പാതിരേക്ക്? എന്താ വിളിച്ചൂടെ? അല്ല, ഈ സമയത്ത് ഫോൺ വിളി പതിവില്ലാത്തോണ്ട് ചോദിച്ചാ. എന്താ വിളിച്ചേ? വെറുതെ. കളിക്കാത്ത കാര്യം പറ. നീ ഉറങ്ങാൻ തുടങ്ങിയോ? പിന്നെ നേരെ എത്രയെന്നറിയാവോ? എന്തിനാ വിളിച്ചെന്ന് പറയൂ. വിളിക്കണമെന്ന് തോന്നി വിളിച്ചു. എങ്കിൽ ഞാൻ വിളി കേൾക്കുകയും ചെയ്തു. ഗുഡ് നൈറ്റ്. സെറീന, ഒരു മിനിറ്റ്. വെക്കലേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഈ പാതിരാക്കി ഇത്ര കാര്യമായിട്ട് പറയാൻ? എനിക്ക് തനിച്ചിരുന്നിട്ട് എന്തൊക്കെയോ തോന്നുന്നു. ഒരാഴ്ച കൂടി ആ തോന്നൽ എങ്ങനെ കൊണ്ടുനടന്നേ പറ്റൂ. ഞാൻ അങ്ങോട്ട് വരാം. നമുക്ക് എന്തെങ്കിലും സംസാരിച്ചിരിക്കാം. ഒന്നും വേണ്ട, അവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി. ഗുഡ് നൈറ്റ്. ഹലോ. സെറീന, ഗുഡ് നൈറ്റ്. ഹലോ. സെറീന, പപ്പൻ തന്നെയാ. എന്താ ഇത്? ഇപ്പോഴാണോ തമാശ കളിക്കുന്നത്? ഞാൻ ഉറങ്ങി വരികയായിരുന്നു. അങ്കിൾ ഉറങ്ങിയോ? ഉറങ്ങിക്കാണും. വിളിക്കണോ? വേണ്ട. ഞാൻ അങ്ങോട്ട് വരിക. എനിക്കെന്തോ ഒരു സ്വസ്ഥതയും കിട്ടുന്നില്ല. ചീത്ത സ്വപ്നങ്ങളൊക്കെ കാണുന്നു. എന്ത് സ്വപ്നം കണ്ടാലും ഈ പാതിരേക്ക് എന്റെ പപ്പൻ ഇങ്ങോട്ട് വരണ്ട. സെറീന, ഞാൻ പറയുന്നത് കേക്ക്. പപ്പൻ ഇപ്പൊ വന്നാലും ഞാൻ വാതിൽ തുറന്നിരില്ല. പുറത്ത് നിൽക്കേണ്ടി വരും വെളുക്കുന്നത് വരെ. ഞാൻ തമാശ പറയുന്നല്ല. എനിക്കെന്തോ വല്ലാത്ത പോലെ. അതിന്റെ കാരണം എനിക്ക് മനസ്സിലായി. പ്രേമം മൂത്തുള്ള വട്ടാണ് പപ്പന്. നോക്ക്, വലിയ ഡിമാൻഡൊന്നും കാണിക്കണ്ട. വേണ്ടി വന്ന കല്യാണ ദിവസം വരെയും നിന്നെ കാണാതിരിക്കാൻ എനിക്ക് കഴിയും. സത്യം? 100 വട്ടം സത്യം. അല്ല, വഴിയിൽ വെച്ചിനെ കാണുന്ന പോലെ കണ്ടാലോ? വഴിയിൽ വെച്ച് പോലും കാണില്ല. ബെറ്റ്. കല്യാണം വരെയുള്ള ഒരാഴ്ച പപ്പൻ പിന്നെ എവിടെ കഴിയും? അതെന്തിനാ നീ അറിയുന്നേ? അജ്ഞാതവാസത്തിലാവുമെന്ന് കരുതിക്കോ. പക്ഷെ കല്യാണ പന്തലിൽ മുഹൂർത്ത സമയത്ത് പപ്പനെത്തും. അതിനു മുമ്പ് നമ്മൾ തമ്മിൽ കണ്ടാൽ എന്റെ പേര് പപ്പനെന്നല്ല. ഓക്കെ? അല്ലെങ്കിൽ വേണ്ട, നേരിട്ട് ചെല്ലാം.
താനേതാ? ചോദിച്ചു കേട്ടില്ലേ? താനെന്തിനാ എന്റെ വണ്ടിയുടെ പുറകെ കയറിയിരിക്കുന്നത്? ഞാൻ നിന്റെ വണ്ടിയുടെ പുറകിലല്ല, നീ എന്റെ വണ്ടിയുടെ മുമ്പിലാ. അയ്യോ, ഇതെന്താ? കാമ്പടല്ലേ പോത്ത്? നിങ്ങളാരാ? കാലൻ. ഏത് കാലൻ? അങ്ങനെ തരംതിരിച്ചു പറയാൻ ലോകത്ത് ഒരുപാട് കാലന്മാരൊന്നുമില്ല. ആ ഒറ്റ കാലിനെ ഉള്ളത് ഞാനാ. നിങ്ങൾ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകണു? ചത്തവരുടെ ആത്മാക്കൾ കൊണ്ടുപോകുന്ന സ്ഥലത്തേക്ക്. അങ്ങോട്ട് തന്നെ എന്നെ കൊണ്ടുപോകണേ? നീ എത്തുപോയോണ്ട് എന്താ വിശ്വാസം വരുന്നില്ലേ? ആ മോട്ടോർ ബൈക്ക് ഇവിടെ നടന്നപ്പോഴേ നീ എത്തുപോയി. ഇപ്പൊ നീ പപ്പനല്ല, പപ്പന്റെ ആത്മാവാ. ചിത്രവിത്തനായിരിക്കും കണക്ക് വെച്ചത്. ഇക്കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അല്ല പ്രഭു, വല്യമംഗലത്തെ പത്മനാഭൻ എന്ന പപ്പൻ ഇവനല്ല. പത്മനാഭൻ എന്ന പപ്പൻ വാതരോഗിയാണ്. 62 വയസ്സുണ്ട്. അയാളാണ് ഇവന് വേറെ മരിക്കേണ്ടത്. പത്മനാഭൻ എന്ന പപ്പൻ ഞാനില്ല. എന്റെ പേര് പത്മകുമാർന്ന. പത്മകുമാർന്ന് പപ്പൻ. അതെ, അവിടെ മര്യാദയ്ക്ക് മിണ്ടാകുന്നാ മതി. പപ്പനാണോ കുമാരാണെന്നൊക്കെ ഞാൻ നോക്കോളാം. അത് നോക്കാത്തോണ്ടല്ലേ കുഴപ്പമൊക്കെ വന്നത്. അപ്പൊ എനിക്ക് വെച്ചിട്ടാണോ ചിത്രഗുപ്തൻ പറയുന്നത്? അതാണ് സത്യം. ഭൂമിയിൽ നടന്ന അപകടം ചിത്രഗുപ്തൻ കണ്ടില്ലല്ലോ. ഇല്ല, അത് കണ്ട ഞാനല്ല ഏതൊരു വ്യക്തി വിചാരിക്കും ഇവൻ ക്ലോസ് ആയെന്ന്. അതുകൊണ്ടാവും മരിച്ചെന്ന് ഞാൻ കരുതിയത്. ഇപ്പൊ സംഗതി ആകെ അൽക്കുൽത്തായോ. ഈ പപ്പൻ ഇതുപോലൊരു അപകടത്തിൽപ്പെട്ടാണ് മരിക്കേണ്ടത്. അപകടത്തിൽപ്പെട്ട് മരിക്കുക എന്നത് ഇവന്റെ ഒരു വിധിയാണ്. ഇവന്റെ അച്ഛനും അമ്മയും ഇതുപോലൊരു റോഡ് അപകടത്തിലാണ് മരിച്ചിരിക്കുന്നത്. അപ്പൊ ആ ദുർവിധിയുടെ അവസാനത്തെ കല്യാണം ഇവൻ. അതെ, പക്ഷേ ആയുസവന് 7 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. ഏതായാലും ഒരാഴ്ച കഴിഞ്ഞ് മരിക്കണ്ടല്ലേ, സാരമില്ല. എന്ത് സാരമില്ല? എടാ പപ്പ, ഒരാഴ്ചത്തെ പ്രശ്നമല്ലേ ഉള്ളൂ, പോട്ടാ. എങ്ങോട്ട് പോട്ടെന്ന്? എന്റെ 7 ദിവസം എനിക്ക് നിസ്സാരമല്ല. എനിക്ക് ജീവിക്കണം. 7 നീ ചുമ്മാ ആയിരുന്നു ബഹളം വെക്കാതെന്ന് പപ്പ. ഞാൻ ബഹളം വെക്കും. ഇതെന്റെ ആയുസിന്റെ പ്രശ്നമാണ്. എനിക്ക് ഭൂമിയിൽ ജീവിക്കണം. 7 ദിവസം പപ്പനായിട്ട് ജീവിക്കണം. എനിക്കെന്റെ സെറീനെ കാണണം. ചേടാ, ഇത് വലിയ പുലിവാലായല്ലോ. പപ്പ, നിനക്ക് 7 ദിവസം സ്വർഗതുല്യമായി എല്ലാ സുഖസൗകര്യങ്ങളും കൂടി ഇവിടെ കഴിയാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്യാം. എനിക്കതൊന്നും അറിയണ്ട. എന്നെ ഭൂമിയിലേക്ക് തിരിച്ചയച്ചാൽ മതി. നീ പറയുന്നതൊക്കെ നിനക്ക് ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതിലുണ്ടൊരു പ്രശ്നം. ഇങ്ങനെ തുടങ്ങാൻ പിടിക്കുന്ന പ്രശ്നം കുഴപ്പമുണ്ടാക്കരുത്. അല്ല പ്രഭു, ആയുസത്താത്ത ഈ ആത്മാവിനെ ഇവിടെ നിർത്തുന്നത് നമ്മുടെ നിയമത്തിന് വിരുദ്ധ. തന്നെയുമല്ല, ഇവനിവിടെ നിർത്തിയാൽ ഇവൻ മറ്റാത്മാക്കളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും ചെയ്യും. തീർച്ചയായും ശല്യം ചെയ്യും. ഒരു സംശയം വേണ്ട, ഞാൻ ശല്യം ചെയ്യും. അപ്പൊ നിനക്ക് ഭൂമിയിലേക്ക് പോകണം. പോണം. അവിടെ ചെന്നിട്ട് എന്തോ ചെയ്യാനാ? അതൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. എടാ കൊച്ചിനെ, നിന്റെ ശരീരം നശിച്ചുപോയി. നീ ആത്മാവ് മാത്രമാ. അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ടൊന്നും എനിക്ക് കേൾക്കണ്ട. എനിക്ക് പോയേ പറ്റൂ. എടാ പപ്പ, ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻ നീ ഭൂമിയിലേക്ക് പോയി ഉടനെ തന്നെ തിരിച്ചു പോകണമെന്ന് തോന്നും. എന്നെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ടോ അതോ? സെറീന, സെറീന, ഇത് ഞാനാണ് സെറീന, പപ്പൻ. സെറീന, 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 നിക്ക് സെറീന, സെറീന, സെറീന. ഡാഡി, സെറീന, ഞാൻ റെഡി. ഞാൻ റെഡിയല്ലേ? എത്ര നേരം ഇവിടെ കാത്തിരിക്കുന്നു. ഡാഡിക്കില്ലേ നിർബന്ധം ഞാനും കൂടെ വേണമെന്ന്? ഇനി തക്കിക്കാനൊന്നും നേരമില്ല. ഇപ്പോഴേ ലേറ്റ് ആയി. കമോൺ, പോകുന്ന വഴിക്ക് പപ്പനെ കൂടെ കൂട്ടിക്കൊണ്ടു പോവാം. വേണ്ട ഡാഡി, പപ്പനെ ഇപ്പൊ കാണണ്ട. പിന്നെ പിണങ്ങിയോ? പിണക്കൊന്നുമില്ല, ഞങ്ങൾ തമ്മിലൊരു വാശിയില്ല. നിങ്ങളുടെ പിണക്കൊക്കെ ഞാൻ ഇപ്പൊ അവനെ കൂട്ടിക്കൊണ്ടിരുന്നു. വേണ്ട ഡാഡി, എന്നെ ഇനി കല്യാണപ്പം തന്നെ കാണുന്ന പപ്പൻ പറഞ്ഞിരിക്കുന്നത്. അതുവരെ തമ്മിൽ കാണാതെ കഴിയണം. അത് നമുക്ക് ആലോചിക്കാം. എന്നെ ഈ അവസ്ഥയിലാക്കിയിട്ട് വന്നു ചിരിക്കുന്നു. ചിരിക്കാൻ പിന്നെ എന്ത് ചെയ്യാനാ? എന്റെ പപ്പ നിന്നോട് ഞാൻ അന്നേരെ പറഞ്ഞില്ലേ, ഈ ഭൂമുഖത്ത് നിനക്ക് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നീ ഇപ്പൊ ഒരു ആത്മാവ് മാത്രമാ. ശരീരമില്ലാത്തത്തോളം കാലം ഈ ഭൂമിയിൽ നിന്നെ ആർക്കും കാണാനോ കേൾക്കാനോ പറ്റില്ല. എങ്കിൽ എനിക്കൊരു ശരീരം തരണം. അതിനിപ്പോ ഞാനെന്തോ ചെയ്യാനോ? അവരെ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അതൊന്നും എനിക്കറിയണ്ട. എനിക്കൊരു ശരീരം വേണം. ആരും കേൾക്കാനോ കാണാനോ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കഴിയാൻ വയ്യ. നിങ്ങൾക്ക് പറ്റിയ അവസ്ഥത്തിന് ഇപ്പൊ ദുരിതം അനുഭവിക്കുന്ന ഈ ഞാനാ. നിന്റെ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം.
നിന്റെ ആയുഷുമായി മറ്റൊരു പപ്പൻ ഇപ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ട്. വല്യമംഗലത്ത് പപ്പനാവൻ എന്ന പപ്പൻ. അമ്മാവോ, 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 എന്താടാ ചെവിയെ കിടന്ന് കാണുന്നത്? മനുഷ്യന് സ്വസ്ഥമായിട്ട് കിടന്നൊന്ന് ഉറങ്ങാനും സമ്മതിക്കൂലേ? എല്ലാവരും കുറച്ചൊന്ന് മാറി നിൽക്കുക. അമ്മാവന് കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ടാ. എല്ലാവരും ഒന്ന് മാറിക്കുക, ഒന്ന് മാറിക്കുക. ഒന്ന് വന്നേ, വലിയ ചിഞ്ഞു വന്നേ, ഒന്ന് മാറിയേ. എല്ലാവരും ഒന്ന് പുറത്ത് കിടന്ന് നിൽക്കുക. നമ്മളൊക്കെ ഒന്ന് സഹകരിക്കുക. അതെ, അതിന് ശരി. അതെ, എടീ നീ വന്നേ. എന്താടാ സകലമാന പേരും വന്നിട്ടുണ്ടല്ലോ, വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും ഒക്കെ. അല്ല അമ്മാവനെ ഇപ്പൊ പ്രത്യേകിച്ച് അസുഖം വല്ലതും തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്താണാവോ? ആയ കാലത്ത് കല്യാണം കഴിച്ചില്ലല്ലോ എന്നൊരു വിഷമം. അയ്യോ, അതിനെന്തിനാ അമ്മാവൻ വിഷമിക്കുന്നേ? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്തിനാ എന്നെ കൊല്ലാനോ? അല്ല, ഞാൻ നമ്മുടെ 3 ദിവസമായിട്ട് ഉറക്കം വെച്ച് ഇവിടെ കാത്തു കുത്തിരിക്കുക. അതറിയാവോ? അത് തന്നെയായ എന്റെയും വിഷമം. എന്ത്? എനിക്ക് ഭാര്യ മക്കളും ഉണ്ടായിരുന്നെങ്കിൽ നീയൊന്നും സ്വത്തും മോഹിച്ച് ഇവിടെ വന്ന് ഉറക്കം നിൽക്കേണ്ടി വരില്ലായിരുന്നു. നീ അവിടെ ഇരുന്ന് എന്തോ ചെയ്യുവാടാ? ഞാനേ അമ്മാവന്റെ കാല് തിരുമ്പുക. സുഖമുണ്ടോ അമ്മാവ? ഇരപ്പി അവിടെ നിന്ന് വാളം പിടിച്ച് തൊട്ടാലറിയാത്ത കാലെ തിരുമ്പിയാ മനുഷ്യനെ സൂക്ഷിക്കുന്നത്. എനിക്ക് പോടാ അവിടെ. എല്ലാവരും ബഹളമില്ലാതെ പുറത്തു പോയി കഴിച്ചല്ലേ? എല്ലാവരും പുറത്തു പോ. അമ്മാവൻ സമാധാനമായിട്ടൊന്ന് മരിച്ചോട്ടെ. ഈ പിള്ളേരുടെ ബഹളം കാരണം വായു വലിക്കുന്നത് കേൾക്കാൻ ഒക്കില്ല. അങ്ങേരത്ര പെട്ടെന്നൊന്നും ഇല്ലാവുമെന്ന് എനിക്ക് തോന്നണില്ല. ഇനി ഒറ്റ മാർഗമുള്ളൂ. അല്ലാതെ വിഷം കൊടുക്കണം. എന്റെ പ്രഭാവര ദൈവദോഷം പറയാതെ. പിന്നെ ചാകും എന്ന് പറഞ്ഞ് എത്ര ദിവസം നോക്കിയിരിക്കണേ? മനുഷ്യന് വേറെ പണിയില്ലേ? തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഞാനും അമ്മണി ഇവിടെ തന്നെ ഉണ്ടാവും. അല്ലയോ, അതങ്ങ് മനസ്സിലിരിക്കട്ടെ. ഞങ്ങള് എങ്ങും പോകുന്നില്ല. ഞങ്ങള് ഇവിടെ തന്നെ കാണും. ഞാൻ പറഞ്ഞില്ല പോകാൻ. തിരക്കുള്ളവർക്കൊക്കെ പോകാം എന്നല്ലേ പറഞ്ഞോളൂ അമ്മണി? അത്ര തന്നെ. ഞങ്ങൾക്ക് തിരക്കൊന്നുമില്ല. ചേട്ടന് ആവശ്യത്തിന് ലീവുണ്ട്. അമ്മാവിന്റെ ചതി ഇറങ്ങിയിട്ടേ ഞങ്ങൾ പോകുന്നു. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല. അതെ, ഓരോരുത്തർക്കുള്ളത് ആണാ പൈസ ഇല്ലാതെ കണക്കാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എവിടെ വീഴ്ച? എടാ കൊച്ചനെ നീ വന്നേ. നീ പോയ കാര്യം എന്തായി? സാധനങ്ങളൊക്കെ ഉടനെ എത്തും. എത്തുന്ന മാത്രം കാര്യമില്ല, എത്തണം. വേറെ ഉടനെ എത്തുമെന്ന്. അത് ആദ്യം എത്തണം, അതാണ് അത്യാവശ്യം അല്ലേ മണി? പിന്നെ ആ പ്രജാപാർട്ടിയുടെ കാര്യം എന്തായി? അഡ്വാൻസ് കൊടുത്തു. എത്ര കൊടുത്തു? 100 രൂപ. അയ്യോ, അത് കുറച്ച് കൂടുതലായി പോലെ ദൈവം. 35 രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് 1 തരം പാർട്ടിയെ കിട്ടിയേനെ. പിന്നെ ഈ വകയ്ക്ക് എന്റെ കുറെ പണം ചെലവായിട്ടുണ്ട്. അത് വരവ് വയ്ക്കണം. ഇവരേതാ നക്കാപ്പിച്ച ദേ, കണക്ക് കണക്കായിരിക്കണം. ഇങ്ങേരുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നതിന് മാത്രം കണക്കില്ലാതാവരുത്. ഇത് കേട്ടോട്ടെ അമ്മണി, ഇത് കേട്ടാ? ഇന്നലെ കറണ്ട് പോയപ്പോഴേ 1 രൂപ 50 പൈസയുടെ മെഴുകുതിരി വാങ്ങിച്ചു ആരാ? ഞാനാ 1 രൂപ 50 പൈസയല്ല, 1 രൂപ 65 പൈസയുടെ മെഴുകുതിരി ഞാൻ അവിടെ കത്തിക്കുന്നുണ്ട്. എന്നിട്ട് വല്ല കണക്ക് പറഞ്ഞോ? കളയളിയാ, ലക്ഷക്കണക്കിന് രൂപ കിട്ടാൻ പോണ നേരത്തല്ല ഈ അനാ പൈസയുടെ കണക്ക് പറയുന്നത്. അയ്യോ, അതിന് മനുഷ്യനൊന്ന് ചത്ത് കിട്ടിയിട്ട് വേണ്ടേ? എന്റെ ഗുരുവായൂരപ്പ, ഇങ്ങനെ കാലനും വേണ്ടായോ?